നമസ്കാരം. പലരും തീർത്ഥയാത്രയ്ക്ക് പോകുന്നു, ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ വാങ്ങിക്കുന്നു, മറ്റുള്ളവർക്ക് സമ്മാനിക്കുന്നു, ഇല്ലെങ്കിൽ ദാനമായിട്ട് കൊടുക്കുന്നു. ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇത് കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് വിഗ്രഹങ്ങൾ കൊടുക്കുകയാണ്. ഈ വിഗ്രഹങ്ങൾ വീട്ടിൽ വെക്കാമോ, ഇല്ലെങ്കിൽ ആ വിഗ്രഹങ്ങൾ നമുക്ക് പൂജിക്കാമോ, ഷെൽഫിൽ വെക്കാമോ എന്നിങ്ങനെ പലതരം സംശയങ്ങൾ. വിശേഷേണ ഗ്രാഹയതി, അത് വിഗ്രഹം. അതായത് ഒരു വസ്തുവിലൂടെ നാം മറ്റൊന്നിനെ കാണുകയാണ്. അതായത് ഏവർക്കും അറിയാമിത്. ഒരു ഉദാഹരണത്തിന് ഇന്ത്യൻ പതാക, ഭാരതത്തിൻ്റെ ത്രിവർണ പതാക കാണുമ്പോൾ ഭാരതം എന്നുള്ള ഒരു ചിന്ത, പാട്രിയോട്ടിസം മനസ്സിൽ നിറയുകയാണ്. ഇന്ത്യയുടെ പ്രതീകം. പക്ഷേ ആ കൊടിയും കളറുമാണോ ഇതിനൊക്കെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മുട്ടി. കാരണം അതിലൂടെ നാം ഭാരതത്തെ കാണുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ ദേവതയെ കാണുവാനായിട്ട് വിഗ്രഹത്തിലൂടെ നാം ശ്രമിക്കുന്നു എന്നുള്ള തത്വമാണ് ഇവിടെ. അത് നമുക്ക് പലരും ശിവലിംഗം കൊണ്ടുതരും, ഗണപതി കൊണ്ടുതരും, ഇല്ലെങ്കിൽ അന്നപൂർണേശ്വരി കാശിക്ക് പോയവർ അത് കൊണ്ടുതരും. ഇതിങ്ങനെ കൂട്ടി കൂട്ടി വെക്കുകയാണ്. പൂജാമുറിയിൽ വെക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെക്കാൻ പാടില്ല എന്ന് പറയാനായിട്ട് നിയമമില്ല. നമ്മുടെ പൂജാമുറിയിൽ അധികം വിഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വെക്കാം. പക്ഷേ പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ നിത്യം നമ്മൾ അതിനെ, ആ വിഗ്രഹത്തെ അഭിഷേകം ചെയ്ത് പൂക്കൾ അർപ്പിച്ച് പുഷ്പാഞ്ജലി കഴിച്ച് നേദ്യം കൊടുത്ത് തുടങ്ങി ശീലിച്ച് ആ ഒരു ശീലത്തെ നാം കൊണ്ടുവരുമ്പോൾ അവിടെ ആ ദേവൻ്റെ ചൈതന്യം വർദ്ധിക്കും, സംശയരഹിതമന്യേ വർദ്ധിക്കും. ഇത് പൂജാരി തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ മനസ്സ് തന്നെയാണ് അതിന് കാരണം. നിങ്ങൾ പ്രാർത്ഥിച്ച് ചെറിയൊരു ശ്ലോകം മതി. ഉദാഹരണം എടുക്കാം, ഒരു ഗണപതി വിഗ്രഹം ആരെങ്കിലും തന്നു, താങ്കൾ വീട്ടിൽ കൊണ്ടുവെക്കുന്നു, സാധിക്കുന്ന രീതിയിൽ അതിന് ജലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, ചന്ദനം തൊടുന്നു, പൂക്കൾ കൊണ്ട് ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഈ 2 വരി ശ്ലോകം ജപിച്ചുകൊണ്ട് പൂക്കൾ അർപ്പിക്കുന്നു, ഒരു പഴം നേദിക്കുന്നു. ഇത് നിത്യം തുടരുമ്പോൾ ഗണപതിയുടെ സാന്നിധ്യം അവിടെ വന്നു ഇല്ലെങ്കിൽ വരും എന്നുള്ളതിൽ തർക്കമില്ല. ഇതിനെ നമുക്ക് പൂജയെന്ന് തന്നെ വിളിക്കാം. ഇവരുടെ മനസ്സാണ് ഇതിൻ്റെ എല്ലാത്തിനും കാരണം. അപ്പോൾ മനസ്സുണ്ടെങ്കിൽ മനസ്സ് പോകുന്നിടത്ത് എല്ലാം തന്നെ ആത്മാവും എത്തും. അങ്ങനെയാണ് ഈ വാസന വരുന്നത്. ഇതിനെങ്ങനെ മനസ്സിലാക്കാം? മനസ്സിൻ്റെ പുറകെ ആത്മാവ് പോകുന്നു എന്നുള്ളത്. ആത്മാ സഹൈതി മനസാ മന ഇന്ദ്രിയേണ അർത്ഥേനജ ഇന്ദ്രിയഗണ ക്രമശ്ച ശീഘ്രം യോഗോ അയമേവ മനസഃ കിമഗമ്യമസ്തി യസ്മിൻ മനോ വ്രജതി തത്ര ഗതോ അയം ആത്മാ യസ്മിൻ മനോ വ്രജതി തത്ര ഗതോ അയം ആത്മാ. അങ്ങനെ മനസ്സ് ഇന്ദ്രിയങ്ങളുടെ പുറകെ പോവുകയാണ്. ആത്മാ സഹൈതി മനസാ മന ഇന്ദ്രിയേണ, ആത്മാവ് മനസ്സിൻ്റെ പുറകെ, മനസ്സ് ഇന്ദ്രിയങ്ങളുടെ പുറകെയാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് ഇന്ദ്രിയങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്, മനസ്സ് എവിടെയാണ് പോകാത്തത് എന്നുള്ള ചോദ്യം. അപ്പോൾ ഈ മാനസികമായിട്ടുള്ള നല്ല സങ്കല്പത്തോടു കൂടി ചെയ്യുന്ന നാമജപങ്ങൾ ഫലിച്ചിരിക്കും, അതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ഈ വിഗ്രഹങ്ങളിൽ നാം പൂജ കഴിക്കുന്നു, നിത്യം അത് ചെയ്തു കൊണ്ടുപോകാൻ സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. അതല്ലാത്ത പക്ഷം ഏവരും ഈ വിഗ്രഹങ്ങൾ വാങ്ങിക്കുന്നു. കാരണം കൊണ്ടുതരുമ്പോൾ വേണ്ട എന്ന് പറയാൻ പറ്റില്ല. അത് വാങ്ങിച്ച് ഭക്തിപൂർവ്വം അത് ഷെൽഫിൽ വെക്കുക. അതിന് അഭിഷേകം കഴിക്കുന്നില്ല, പൂവിടുന്നില്ല, പൂജയ്ക്ക് നാം പൂജയായിട്ട് മറ്റൊന്നും നാം ചെയ്യുന്നില്ല. ഒരു പ്രശ്നവും വരാനില്ല എന്നുള്ളത് മനസ്സിലാക്കുക. വീടുകളിൽ ഈ അതിഥികൾ വരുമ്പോൾ ആരെങ്കിലും കാണും, ഈ ഗണപതി ദോഷമാണെന്ന് പറയും, ആ കൃഷ്ണൻ ദോഷമാണെന്ന് പറയും. ഇങ്ങനെ പറഞ്ഞ് മലയാളികൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി മാറിക്കഴിഞ്ഞു. കാരണം പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യനില്ല. ആരെങ്കിലും വരുന്നു, ഈ 2 ഗണപതി വെച്ചു, അതിൻ്റെ ദോഷമാണെന്ന് പറയുമ്പം ഇനിയിപ്പോൾ ഗണപതിയാണ് എൻ്റെ പ്രശ്നത്തിനെല്ലാം കാരണം എന്ന് നാം ഗണപതിയിലേക്ക് ആരോപിക്കുകയാണ് ആ മനസ്സ്. ഈ ദോഷം എന്ന വാക്ക് ആദ്യം എടുത്ത് മാറ്റാൻ നമുക്ക്. തിരിച്ച് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഗണപതിയോ ഈ വിഗ്രഹങ്ങളെല്ലാം തന്നെ ഷെൽഫിൽ വെക്കുക. ഇനി അത് ഒരുപാടായി ആർക്കെങ്കിലും കൊടുക്കുകയും ചെയ്യാം.
എന്നിങ്ങനെ പലതരത്തിൽ അവനവൻ്റെ ഉചിതമായ ചിന്തയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള വസ്തുതയാണ് ഇവിടെ പറയുവാൻ ഉദ്ദേശിച്ചത്. ഒരു കാര്യം കൂടി, വീടുകളിൽ ഇതുപോലെ തന്നെ ചിത്രങ്ങളാണ്, ഇന്ന് ഫോട്ടോയാണ്, ഗണപതിയുടെയും ലക്ഷ്മിയുടെയും ഗുരുവായൂരപ്പൻ്റെയും അയ്യപ്പൻ്റെയൊക്കെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. വിളക്ക് തെളിയിക്കുന്നു, അതിൻ്റെ മുമ്പിൽ നാമജപം ചെയ്തു വരുന്നുണ്ട്, അതിൽ പൂക്കൾ അർപ്പിക്കുന്നു. യാതൊരു തെറ്റുമില്ല, അതിൽ ദോഷം ദയവ് ചെയ്ത് കൽപ്പിക്കരുത്. ആരെങ്കിലും ദോഷം എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവഴി കേട്ട് ഇതുവഴി വിടുക. നമസ്കാരം.